നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരുനാവായയിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ പട്ടാപ്പകൽ കവർച്ച. സ്വർണ്ണാഭരണം മുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന കിറ്റ്കാറ്റ് വരെ അടിച്ചെടുത്തു കള്ളൻ. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ സ്വർണ്ണാഭരണമാണ് നഷ്ടമായത്. എടക്കുളം കുന്നുംപുറത്തെ ആരോഗ്യ ഉപകേന്ദ്രത്തിലാണ് കവർച്ചയുണ്ടായത്. സബ് സെന്ററാണ്. ഞാനിവിടെ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ഒരു 5 or 6 അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ആളുകൾ. ഫയൽ കംപ്ലീറ്റ് ആയി നമ്മുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളൊക്കെ താമസിക്കുന്ന ആൾക്കാര്. ഒരു വിൻഡോ തുറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ്, പക്ഷേ അതിങ്ങനെ പുതിയ മിക്സി JPHN നിത്യമോൾ കേന്ദ്രം പൂട്ടി ജോലിയാവശ്യാർത്ഥം പുറത്തുപോയ സമയത്താണ് കവർച്ചയുണ്ടായിരിക്കുന്നത്. വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. അതായത് 25-ാം തീയതി വ്യാഴാഴ്ച ഞങ്ങൾക്ക് CHC വെട്ടത്ത് വെച്ചൊരു ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് രാവിലെ ഞാൻ 8:15 ഇവിടുന്ന് പോകുന്നത്. സബ് സെൻറ്റർ പൂട്ടിയാണ് പോയത്. ഗേറ്റും ലോക്ക് ചെയ്ത് പോയി. ലോക്ക് ചെയ്യില്ല, ഓടാമ്പലിട്ട് പോയി. അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ 4:30 തിരിച്ചിവിടെ എത്തുന്നത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഫസ്റ്റിൽ ഞാൻ കാണുന്ന അവിടെ ആ ഒരു BSNL ഒരു കണക്ഷൻ ഉണ്ട്, അത് പൊളിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്ന സാധനമൊക്കെ അവിടെ വെച്ച് നോക്കുമ്പം ഓഫീസിൻ്റെ താമസിക്കുന്നിടത്തെ ലോക്ക് പൊട്ടിച്ച് കിടക്കുക. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ആ ഓഫീസിലെ സാധനങ്ങളെല്ലാം വലിച്ചിട്ടിരിക്കുന്നു. താമസിക്കുന്നിടത്ത് ബാഗിലിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക. അങ്ങനെ ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെന്ന് നോക്കിയപ്പം ആ ഇരുന്ന കമ്മൽ കാണുന്നില്ല. അങ്ങനെ അവിടുന്ന് എല്ലാ രജിസ്റ്റേഴ്സ് അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം അവർ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ അവിടുത്തെ കാക്കനെ വിളിച്ചു. കാക്കയും ഇവരെല്ലാവരും ഓടി വന്നു. അവരെ നോക്കിയപ്പോഴത്തേനും അന്നേരം അവരെ വിളിച്ച് പറഞ്ഞു ആരോ അകത്ത് കയറിയെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അന്നേരം MOയെ വിവരം അറിയിച്ചു. അത് കഴിഞ്ഞ് സാറ് പറഞ്ഞ് പോലീസിൽ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. തിരൂർ അറിയിച്ചു. അവിടുന്ന് അവർ ഒരു 10 മണിക്ക് 10:45 കൂടി അവർ വന്നു. അവർ ഫസ്റ്റ് FIR എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പോയി. ഇന്നലെ പോയി ഞങ്ങൾ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അപ്പോൾ ഇന്ന് ഫോറൻസിക്കാർ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. വാതിലിന്റെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. ഓഫീസ് മുറിയും കിടപ്പുമുറിയും ഉൾപ്പെടെ അരിച്ച് പെറുക്കി പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ നന്നമ്പ്രയിലായിരുന്ന നിത്യകുമാരി 8 മാസം മുമ്പാണ് തിരുനാവായയിൽ എത്തിയത്. 8 വർഷമായി മലപ്പുറം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. ഇത്രയും കാലത്തിനിടെ ഇത്തരം ദുരനുഭവം ആദ്യമായാണ്. സ്ഥിരമായി മണി പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണം നഷ്ടമാകേണ്ടെന്ന് കരുതി ബാഗിലേക്ക് മാറ്റിയ അടുത്ത ദിവസമാണ് കവർച്ചയുണ്ടായത്. ഞാൻ അത് ഒരു ഡപ്പയിലാക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് വെക്കുന്ന ബാഗിൻ്റെ അകത്തായിട്ടാണ് വെച്ചിരുന്നത്. ഫസ്റ്റ് ഇരുന്ന ബാഗ് 3 ബാഗായിരുന്നു. അത് ഫസ്റ്റ് ഇരുന്ന ബാഗായിരുന്നു. ആ 3 ബാഗും അതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ വലിച്ച് താഴെ ഇട്ടിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കാം കിടപ്പുമുറിയിൽ. ഇനി 2 റൂംസുള്ള ഒന്ന് ചെല്ലുമ്പോൾ രജിസ്റ്റർ ഹാള് പോലെ, പിന്നെ നമ്മൾ കിടക്കുന്ന മുറിയിൽ അതിലെ സാധനങ്ങളെല്ലാം വലിച്ചിട്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഈ ഗോൾഡ് നേരത്തെ തന്നെ ദിവസങ്ങളായിട്ട് അവിടെ സൂക്ഷിച്ചിരുന്ന സാധനമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാനത് ഈ വ്യാഴാഴ്ച ട്രെയിനിങ്ങിന് പോകുമ്പം ഞാനത് വേറെ പേഴ്സിൽ കിടന്ന സാധനം അത് ഒന്നുകൂടെ സേഫ് ആയിക്കോട്ടെ, പേഴ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് കരുതി ഒരു ഡപ്പയിലാക്കി ഡ്രസ്സിൻ്റെ അടിയിൽ വെച്ച് പോയതാണ്. സ്ഥിരമായി ഉപയോഗിക്കുന്ന പേഴ്സിലാണ് നേരത്തെ അത് ഉണ്ടായിരുന്നത്. ഒരാഴ്ച സുരക്ഷ കണക്കാക്കി എടുത്ത് മാറ്റിയതാണ്. അതിപ്പോൾ അങ്ങനെ കൂടി. മാഡം എത്ര മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ നവംബർ 10 തിരുനാവായ ഫേസിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ 8 മാസം ആയിട്ടുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് 11 വർഷമായി. അതായത് ഫെബ്രുവരി ഫസ്റ്റ് PSC ആയത് പൊടിഞ്ഞി നന്നമ്പ്ര PSCയിലായിരുന്നു. ഈ 11 വർഷത്തെ ജീവിതത്തിനുള്ളിൽ ഇത്തരം ഒരു ദുരനുഭവം ഇല്ല, ഒരിക്കലില്ല, വന്നിട്ടില്ല. മലപ്പുറം ജില്ല എന്ന് പറയുമ്പം എപ്പോഴും ഞാൻ പറഞ്ഞ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നമുക്കൊന്നും പേടിക്കേണ്ട. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മലപ്പുറമാണ്, നമുക്കൊന്നും പേടിക്കേണ്ട, നമ്മുടെ നാടുകൂടല്ല എന്ന് പറഞ്ഞ ഒരു ഇതാണ്. പക്ഷെ ഇപ്പം പറഞ്ഞ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു സംഭവം. ജനവാസ കേന്ദ്രത്തിലാണ് ആരോഗ്യ ഉപകേന്ദ്രം. ചുറ്റും വീടുകളുണ്ടെങ്കിലും കേന്ദ്രം വളപ്പിൽ പ്രവേശിച്ചാൽ പുറത്തുള്ളവർക്ക് ഒന്നും അറിയില്ല. നിത്യമോൾ തനിച്ച് താമസിക്കുന്നതിനാൽ അയൽവാസികളെല്ലാം ഇവർക്ക് കരുതലേകാറുണ്ട്. ഇവിടെ ഞാൻ തനിച്ചാണ്. എനിക്ക് വന്നപ്പം ഞങ്ങൾ ഇടയ്ക്ക് പുതിയ PSC വന്നപ്പോൾ അവർ ഒരു 1.5 മാസത്തിൻ്റെ കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തനിച്ച് തന്നെയായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടില്ല. അയൽവക്കത്തൊക്കെ എല്ലാവരും എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും, പ്രത്യേകിച്ച് ഇവിടെ ഫ്രണ്ടിലെ കാക്ക പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇവിടെ ആര് വന്നാലും എന്ത് വന്നാലും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയൊരു
സേഫ്റ്റി എല്ലാം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇതിങ്ങനെ നമ്മുടെ ഓഫീസിലെ പ്രിൻ്റർ, അതാണ് ഞാൻ കാണുന്ന ഫസ്റ്റിലെ വരുമ്പം കാണുന്നത്. ആ പ്രിൻ്ററിൻ്റെ ഇങ്ക് ഇവിടെ എല്ലാം ചവിട്ടിയിട്ട് ഒരു ചെരുപ്പിൻ്റെ പാടാണ് കാണുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തുറന്ന് നോക്കുമ്പോൾ ആ പ്രിൻ്ററിൻ്റെ പൗഡർ അവിടെ എല്ലാമായിട്ട് സ്പ്രെഡായിട്ട് കിടപ്പുണ്ട്. അപ്പം ആ ടോണറിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചെരുപ്പിൻ്റെ കാൽപ്പാട് അതേ തട്ടിങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ഓഫീസിൽ കംപ്ലീറ്റ് ഉണ്ട്. കിടപ്പുമുറിയിലോട്ട് വന്നിട്ടില്ല. ആ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്നും നമ്മളെ വരാന്ത വരെ മാത്രം. പിന്നെ അത് അവർ പോയി എന്ന് തോന്നുന്ന അപ്പുറത്തെ വശത്തേക്ക് പാടുണ്ട്. അതുകൊണ്ടായിരിക്കും അതേ ചവിട്ടിപ്പോയ പാടാണ് കാണുന്നത്. ഈ ലക്ഷണങ്ങൾ വെച്ച് ഒരാളായിരിക്കും അതോ ഒന്നിലധികം ആൾക്കാരുണ്ടായിരിക്കും? അത് നമ്മൾ കാണാത്തോണ്ട് പറയാൻ പറ്റത്തില്ല. ഒരാളുടെ കാലടി മാത്രമാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് അന്ന് ഞങ്ങൾ കണ്ടപ്പം ഇവിടെ എല്ലാവരും പറയുന്ന ഹവായി ചപ്പലിനെ പോലത്തെയാണെന്ന് പറയുന്നു. ആ ഒരാളുടെ കാണുന്നുള്ളൂ. പിന്നെ അവർ കൊണ്ടുവന്ന കമ്പിവടി എന്തോന്ന് 2 കമ്പിവടി, ഒന്ന് അവിടെ ചാരി ഇരിപ്പുണ്ട്, ഒന്ന് താഴെ കിടപ്പുണ്ട്. ഇത്ര സാധനങ്ങളെ അവർ കൊണ്ടുവന്നതായിട്ട് തോന്നുന്നതുള്ളൂ. സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം തുടങ്ങി. SI RP സുജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തി. സയന്റിഫിക് ഓഫീസർ മിനിയുടെ നേതൃത്വത്തിൽ വിരലടയാള ഫോറൻസിക് സംഘങ്ങളും എത്തി. എഡിറ്റർ ലൈവ് തിരുനാവായ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.